എല്ലാവരും ചേർന്ന് നദിയുടെ കരയിൽ തടിയൻ പപ്പായ മരത്തിന്റെ അടുത്ത് ചെറിയ ചെറിയ വീടുകൾ പണിതു. ആ വീടുകൾ ഉണങ്ങിയ മരത്തിൽ നിന്ന് കിട്ടുന്ന വിറകുകൾ കൊണ്ട് അവർ പണിതു. അത് മനുഷ്യരുടെ വീട് പോലെ തന്നെ ഉണ്ടായിരുന്നു. കുരങ്ങുകളും പിന്നെ പക്ഷികളും ആ വീടിനകത്തേക്ക് പോയി ഒരുപാട് സന്തോഷിച്ചു. അതുമാത്രമല്ല, അതോടൊപ്പം അവർ കൊണ്ടുവന്ന പൂക്കൾ ആ വീടിന്റെ മുകളിലിട്ട് നന്നായി അലങ്കരിച്ചു. തടിയൻ പപ്പായ മരത്തിന്റെ ഇലകൾ കൊണ്ടുവന്ന് ആ വീടിന്റെ മുകളിലേക്കും ഇട്ടു. രാത്രിയായ ഉടനെ പപ്പായ മരത്തിന്റെ ഇലകൾ വളരെ പ്രകാശത്തോടെ കത്താൻ തുടങ്ങി. അത് കാണാൻ മനോഹരമായിരുന്നു. ഷേർഖാൻ അദ്ദേഹത്തിന്റെ ഗുഹയിൽ നിന്ന് മൃഗങ്ങളെല്ലാം സന്തോഷിക്കുന്നത് കണ്ട് അദ്ദേഹവും സന്തോഷിച്ചു. ഗോൾഡി മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന് ഷേർഖാന് നേരെ യുദ്ധം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, കുറച്ച് സെക്കൻഡ്സേ ബാക്കിയുള്ളൂ. പടക്കത്തിന്റെ കയർ കത്തിച്ചതും കണ്ണടച്ച് എല്ലാവരും കൗണ്ട് ഡൗൺ പറയണം. അങ്ങനെ പറഞ്ഞ് മോണ്ടിക്കുരങ്ങ് ബോംബ് കത്തിക്കാൻ വേണ്ടി പോയി. അത് കണ്ട തടിയൻ പപ്പായ മരവും കണ്ണുകൾ അടച്ചു. അതോടൊപ്പം മറ്റു മൃഗങ്ങളും കണ്ണുകൾ അടച്ചു. അവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. 10, 9, 8, 7. ഗോൾഡി അപ്പോൾ വേഗത്തിൽ വന്ന് അവൻ ദേഷ്യത്തോടെ ഷേർഖാനെ നോക്കി അവന്റെ കാൽ മണ്ണിൽ മാന്തി. അവന് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാൽ അത് ഷേർഖാൻ ആയതുകൊണ്ട് കുറച്ചൊക്കെ കാണാൻ പറ്റി. 6, 5, 4, 3, 2, 1. അവൻ ഷേർഖാനെ ആക്രമിച്ചു. അപ്പോൾ തടിയൻ പപ്പായ മരം മായാജാലം ചെയ്തു. ഷേർഖാൻ ഇരുന്ന് ആ കല്ല് അവൻ ഒരു സിംഹാസനമായി മാറ്റി. ഷേർഖാൻ ഇപ്പോൾ അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഠമ്മെന്നൊരു പൊട്ടലോടെ ലൈറ്റ് ഓണായി.